കലക്കാതെ കുളിക്കടാ. ശരി. എണ്ണപ്പനയുടെ ലോൺ കാര്യം എന്താ അച്ഛാ? വന്നയാളിന് ഇത്തിരി കൈമടക്ക് കൊടുത്താൽ ശരിയാകുമെന്നാ പരമശിവൻ പറഞ്ഞു. ആ, കൈമടക്ക് കൊടുത്താലും കാര്യം നടക്കുമല്ലോ. കൈ മടക്കുന്നതിന് മുമ്പ് ഹരികൃഷ്ണമായിട്ടൊന്ന് ആലോചിക്കണം. ഞങ്ങളെ പോലെ അച്ഛന് എഴുത്തുമായനെ അറിഞ്ഞൂടാത്തോണ്ട് ആ പരമശിവൻ പറഞ്ഞു പറ്റിക്കും. കൊല്ല 20 ആയടാ, ആ പാവം എന്റെ കൂടെ നിൽക്കുന്നു. ഈ 20 കൊല്ലം കൊണ്ട് ആ പാവം വീട് 2 വെച്ചു. അതച്ഛൻ അറിഞ്ഞോ? അങ്ങേരങ്ങനെ ഉയർച്ചയുടെ പടികൾ കേറിക്കൊണ്ടിരിക്കുക. ഭാഗ്യമല്ല എന്ന് പറയാ. അച്ഛാ, ബ്ലോക്കിൽ കുറെ പുതിയ പയറുവിത്ത് വന്നിട്ടുണ്ട് കേട്ടു. നമുക്ക് കുറെ വാങ്ങി മേലെ പറഞ്ഞ് വീശിയാലോ? വീശിക്കോ. ഇന്നലെ ഒരുപാട് തേങ്ങ കളവ് പോയി. അല്ലെങ്കിൽ തന്നെ തേങ്ങയുടെ വില താഴോട്ടാ. അതിനിടെ ഉള്ളതും കൂടെ കള്ളന്മാർ കൊണ്ടുപോയാലോ? കക്കുന്നവനെ അള്ളു വെച്ച് പിടിക്ക്, എന്നിട്ട് കാല് തല്ലി ഒടിക്ക്. അപ്പൊ പരിഹാരം ഉണ്ടാവും. കാല് തല്ലി ഒടിക്കാൻ മച്ചമ്പിയാരാ മൈസനട്ടോ? അവന്മാര് തെങ്ങിന്റെ തല വെട്ടും. വെട്ടട്ടാ. ഇന്ന് രാത്രി കാവൽ നിൽക്ക്, ഞാനും വരാം. മടവാളെടുത്ത് തെങ്ങിന്റെ മടലെ കുത്തിവെക്ക്. രക്ഷയില്ലാച്ച വെട്ടിക്കോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. വേണ്ട മച്ചമ്പി വേണ്ട, അതിന് കിടന്ന് കളിച്ചാൽ തീക്കളിയാകും. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ? അല്ല, 24 മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാലേ ഉള്ള ആണത്വം പോവും. താനേ കാണ്ടാമൃഗം.